ഏവർക്കും നമസ്കാരം. ഗ്രീൻ പി എസ് സിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആനന്ദ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് എവിടെ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയാലും മാക്സിമം നമ്മൾ കളക്ട് ചെയ്യുക. കാരണം ഒരു മത്സര പരീക്ഷ സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമോ അത്രത്തോളം നമുക്ക് വിജയം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. സോ മാക്സിമം ക്വസ്റ്റ്യൻ നിങ്ങൾ കളക്ട് ചെയ്യുക. നിങ്ങൾ പ്രത്യേകം ഒരു ബുക്കിൽ എഴുതി സൂക്ഷിക്കുക. അത് ടൈമിലി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 1 9ാമത്തെ ക്ലാസ്സാണ്. ഓക്കെ. അപ്പോൾ ടോപ്പിക് ഏതായിരിക്കും? ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഡയറി ഫാമിംഗ്. അതായത് ഇന്ന് ഇന്ത്യയിൽ കണ്ടുവരുന്ന വിവിധ തരം ഡയറി ഫാമിങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എത്ര ടൈപ്പ് ഡയറി ഫാം കാണും നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ നോക്കിയേ. ഡയറി ഫാമിംഗ് ക്യാൻ ബി ഓഫ് 4 ടൈപ്സ്. എത്ര ടൈപ്പ് ഉണ്ട്? 4 തരത്തിലുള്ള ഡയറി ഫാമിംഗ് ഇന്ത്യയിൽ കണ്ടുവരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് കൊമേഴ്സ്യൽ ഡയറിങ്. ഏതാണ്? കൊമേഴ്സ്യൽ ഡയറിങ്. രണ്ടാമത്തെ ഏതാണ്? ഫാമിലി കൗ. മൂന്നാമത്തെ ഏതാണ്? കോറൽ ഡയറിങ്. അല്ലേ? മൂന്നാമത്തെ ഏതാണ്? കോറൽ ഡയറിങ്. നാലാമത്തെ ഏതാണ്? ഹൈടെക് ഡയറിങ്. ഏതാണ്? ഹൈടെക് ഡയറി. ഇങ്ങനെ 4 തരത്തിലുള്ള ഡയറി ഫാമിംഗ് ഇവിടെ കാണുന്നുണ്ട്, ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓരോ ഡയറി ഫാമിങ്ങിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ ഓരോ സ്ലൈഡിലും കുറച്ച് സെൻറ്റൻസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ ഒരു ഹൈലൈറ്റ് ചെയ്ത സെൻറ്റൻസ് ബേസ് ചെയ്തായിരിക്കും ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. സോ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ആ സെൻറ്റൻസ് മനസ്സിലാക്കുക. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് ഡയറി ഫാമിംഗ് ഏതാണ്? കൊമേഴ്സ്യൽ ഡയറിങ്. അല്ലേ? എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഡയറിങ് ഈസ് പ്രാക്ടീസ്ഡ് ആസ് എ ബിസിനസ് എൻ്റർപ്രൈസ്. ഇവിടെ ഡയറിങ് ഒരു ബിസിനസ് സംരംഭമായിട്ടാണ് നടപ്പിലാക്കുന്നത്. ഓക്കെ. where the main source of income is by the sale of milk and milk products. ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം എവിടെ നിന്നാണ് കിട്ടുന്നത്? പാലിൻ്റെയും അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയിലൂടെയാണ് ഇവിടെ ലഭിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ച്. കൊമേഴ്സ്യൽ ഡയറിങ് ഈസ് റിക്വയർസ് എ ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ബട്ട് ദ സ്പേസ് റിക്വയർമെന്റ്സ് ഈസ് ലെസ്. അതായത് ഇവിടെ നമ്മൾ ഡയറി ഫാമിംഗ് ഒരു കൃഷി എന്നതിലുപരി വലിയ കൊമേഴ്സ്യൽ സംരംഭമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, നമുക്ക് ഉയർന്ന മുതൽ മുടക്കിൻ്റെ ആവശ്യമുണ്ട്. ഇല്ലേ? കറക്റ്റ് അല്ലേ? പക്ഷെ നമ്മളിവിടെ സ്പേസ് എന്താണ്, ഇവിടെ സ്ഥലം വളരെ കുറച്ച് മതി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഈസ് കോമൺ ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. അതായത് ഇത് ഈ തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡയറി ഫാമിംഗ് പ്രധാനമായിട്ടും വികസിത രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത്. ഓക്കെ. അടുത്ത സെൻറ്റൻസ് നോക്കിയോളൂ. ഇൻ ഇന്ത്യ കൊമേഴ്സ്യൽ ഡയറി ഫാംസ് ആർ ഓൺ എ റൈസ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഡയറി ഫാമിംഗ് ഒക്കെ ഉദയം ചെയ്ത് വരുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അത്ര പ്രാബല്യത്തിൽ വന്നിട്ടില്ല. മനസ്സിലായോ? നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ കൊമേഴ്സ്യൽ ഡയറി ഫാം വലിയ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത ഡയറി ഫാമിംഗ് ഏതാണ്? ഫാമിലി കൗ. ഏതാണ്? ഫാമിലി കൗ. ഓക്കെ, നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഹിയർ 1 or 2 animals are maintained in the house utilizing mainly the waste from the house and field. അതായത് വീട്ടിൽ നിന്നും അതുപോലെ തന്നെ പറമ്പിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് 1 or 2 പശുക്കളെ വളർത്തുന്ന രീതിയാണിത്. ഓക്കെ, മനസ്സിലായോ? അടുത്ത സെൻറ്റൻസ് നോക്കുക. ദ എമൗണ്ട് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഈസ് കമ്പാരിറ്റീവ്ലി ലോ. നമ്മൾ ഈ സിസ്റ്റത്തിൽ ആനിമൽസിനെ വളർത്തുന്നത് നമ്മുടെ വീട്ടിലെ വേസ്റ്റോ അല്ലെങ്കിൽ ഫീൽഡിലെ വേസ്റ്റോ ഒക്കെ കൊടുത്തിട്ടായിരിക്കും വളർത്തുന്നത്. അപ്പോൾ മറ്റ് സിസ്റ്റത്തിനെ വെച്ച് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ മിൽക്ക് പ്രൊഡക്ഷൻ, അതായത് പാലുൽപാദനം കുറവായിരിക്കും. ഓക്കെ. അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചോളൂ. The milk produced may be utilized fully by the family members. അതായത് ഈ സിസ്റ്റത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന പാൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്ത സെൻറ്റൻസ് നോക്കിക്കോളൂ. എക്സസ് മിൽക്ക് അവൈലബിൾ മേ ബി എയ്തർ ബി കൺവേർട്ടഡ് ടു ഇൻഡിജിനസ് ഡയറി പ്രോഡക്ട്സ് ഓർ സോൾഡ് ആസ് എ സച്ച് ടു ദ നൈബറി ഹൗസ് ഓർ ഷോപ്സ്. ഈ ഡയറി ഫാമിങ്ങിൽ
അധികം വരുന്ന പാല് അടുത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയോ ചെയ്യുന്നു. നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ ഈ അധികം പാല് വരുമ്പോൾ നമ്മൾ വെണ്ണയാക്കി സൂക്ഷിക്കാറുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ ഉൽപ്പന്നങ്ങളാക്കി സൂക്ഷിക്കുകയോ ചെയ്യാറുണ്ട് ഈ സിസ്റ്റത്തിൽ. ഓക്കെ, അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചോളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് ആണ്. ദിസ് ടൈപ്പ് ഓഫ് ഡയറിങ് ഈസ് പ്രാക്ടീസ്ഡ് മെയിൻലി ഇൻ വില്ലേജസ്. അതായത് ഇത്തരത്തിലുള്ള ഡയറി ഫാമിംഗ്, അതായത് ഫാമിലി കൗ ഡയറി ഫാമിംഗ് കാണപ്പെടുന്നത് പ്രധാനമായും എവിടെയാണ്? ഗ്രാമപ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചോളൂ. ദ കോസ്റ്റ് ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ലോ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ആനിമൽസിനെ വളർത്തുന്നത് നമ്മുടെ വീട്ടിലെ വേസ്റ്റോ അല്ലെങ്കിൽ ഫീൽഡിലെ വേസ്റ്റോ ഒക്കെ കൊടുത്തിട്ടായിരിക്കും വളർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കോസ്റ്റ് ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ, പാലുൽപാദനത്തിൻ്റെ കോസ്റ്റ് എന്താണ്? ഇവിടെ കമ്പാരിറ്റീവ് ലോ ആയിരിക്കും, കുറവായിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ഡയറി ഫാമിംഗ് ഏതാണ്? കോറൽ ഡയറിങ് അല്ലേ? ഏതാണ്? കോറൽ ഡയറിങ് അല്ലേ? എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് മെയിൻലി ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. നമ്മൾ ഈ പ്രധാനമായിട്ട് ഈ കോറൽ ഡയറിങ് കാണപ്പെടുന്നത് എവിടെയാണ്? ടൗൺസിലും അല്ലെങ്കിൽ സിറ്റിയിലുമാണ് ഇത്തരത്തിലുള്ള ഡയറി ഫാമിംഗ് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കുക. ഹൈ yielding cow in lactation will be purchased and reared till dry. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിൽ നല്ല മിൽക്ക് പ്രൊഡക്ഷനുള്ള പശുക്കളെ പ്രസവിച്ച ഉടനെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. അതുപോലെ തന്നെ കറവ തീരുന്നത് വരെ മാത്രമേ നമ്മൾ ഈ സിസ്റ്റത്തിൽ വളർത്തുള്ളൂ. മനസ്സിലായോ? അതായത് ഒരു ലാക്ടേഷൻ പീരിയഡ് തീരുന്നത് വരെ മാത്രമേ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ ആനിമൽസിനെ വളർത്തുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കുക. കാവ്സ് ആൻഡ് ഡ്രൈ ആനിമൽസ് ആർ നോട്ട് യൂഷ്വലി കെപ്റ്റ് അണ്ടർ ദിസ് സിസ്റ്റം ഓഫ് റിയറിങ്. അതായത് ഈ ഒരു സിസ്റ്റത്തിൽ കാവ്സിനെയും അതുപോലെ തന്നെ ഡ്രൈ ആനിമൽസിനെയും നമ്മൾ വളർത്താറില്ല. കാരണം നമുക്കറിയാം ഈ ഒരു സിസ്റ്റം കാണപ്പെടുന്നത് ടൗണിലാണ്, സിറ്റിയിലാണ് അല്ലേ? ടൗണിൽ അല്ലെങ്കിൽ സിറ്റിയിലാണ് കാണപ്പെടുന്നത് അല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും വളർത്താനുള്ള കോസ്റ്റ് അല്ലേ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഡ്രൈ ആനിമൽസിനെ കാവ്സിനെയും വളർത്തുന്നില്ല. ഓക്കെ, അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചോളൂ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി ഹൈ ആസ് ഓൾ ദ ഫീഡ് ഐറ്റംസ് ആർ ടു ബി പർച്ചേസ്ഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു കോറൽ ഡയറിയും കാണപ്പെടുന്നത് എവിടെയാണ്? ടൗണിലും സിറ്റിയിലുമാണ് അല്ലേ? അപ്പോൾ പുല്ലുൾപ്പെടെ എല്ലാ തീറ്റ ഇനങ്ങളും നമുക്ക് പുറത്തു നിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ പ്രൊഡക്ഷൻ പിന്നെ കോസ്റ്റ് എന്താണ്? വളരെ കൂടുതലായിരിക്കും. മനസ്സിലായോ? ഓക്കെ, ലാസ്റ്റ് സെൻറ്റൻസ് ശ്രദ്ധിച്ചോളൂ. ഓൺ ദ അതർ ഹാൻഡ് മിൽക്ക് ക്യാൻ ബി സോൾഡ് അറ്റ് എ ഹൈ പ്രൈസ് ആസ് ദെയർ ഈസ് ഹൈ ഡിമാൻഡ് ഫോർ മിൽക്ക് ഇൻ സിറ്റീസ് ആൻഡ് ടൗൺസ്. അതായത് നമ്മൾ മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ നഗരങ്ങളിലും അതുപോലെ സിറ്റിയിലും എന്താണ്? പാലിന് ഉയർന്ന ഡിമാൻഡാണുള്ളത് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഉയർന്ന വിലയിൽ തന്നെ നമുക്കതിനെ വിൽക്കാൻ കഴിയും. അതായത് പാലിന് നമുക്ക് വിൽക്കാൻ കഴിയും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡയറി ഫാമിംഗ് ഏതാണ്? ഹൈടെക് ഡയറിങ് അല്ലേ? നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ഹൈടെക് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അത്യാധുനിക രീതിയിലുള്ള ഒരു ഡയറി ഫാമിംഗ് ആയിരിക്കും അല്ലേ? അപ്പോൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. A high-tech dairy farm uses most sophisticated equipments and technologies for all operations, especially milking. അതായത് ഈ ഹൈടെക് ഡയറിങ്ങിൽ മിൽക്കിംഗ് ഉൾപ്പെടെ എല്ലാ ഓപ്പറേഷനുകളും അത്യാധുനിക ഉപകരണങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുമാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചോളൂ. Milking is done in milking parlors which may be of parallel or rotary type. അതായത് ഈ ഒരു ഡയറി ഫാമിങ്ങിൽ പാല് കറക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മിൽക്കിംഗ് പാർലറിൽ വെച്ചിട്ടാണ് പാല് കറക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് കാണപ്പെടുന്ന മിൽക്കിംഗ് പാർലർ ഏതാണ്? പാരലൽ അല്ലെങ്കിൽ റോട്ടറി ടൈപ്പ്. കാരണം എന്നറിയോ, ഇവിടെ
ഒരുപാട് അനിമൽസ് കാണും. അതായത് 1-2 പശു ആയിരിക്കില്ല, അല്ലെങ്കിൽ 10 പശു ആയിരിക്കില്ല. ഇവിടെ 500-ഉം 600-ഉം പശു അല്ലെങ്കിൽ 1000 പശുക്കളായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോർമലി ഒരാളിനെ വെച്ചിട്ട് കറക്കാനോ അല്ലെങ്കിൽ നോർമൽ മെഷീൻ മിൽക്കിംഗ് വെച്ചിട്ട് കറക്കാനോ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഏത് ടൈപ്പ് മിൽക്കിംഗ് പാർലറായിരിക്കും കാണപ്പെടുന്നത്? റോട്ടറി ടൈപ്പ് അല്ലെങ്കിൽ പാരലൽ. മനസ്സിലായോ? ഈ റോട്ടറി ടൈപ്പിലൊക്കെ ഒരേ സമയം 100 പശുവിന് വരെ മിൽക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മനസ്സിലായോ? ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കുക. ഫുള്ളി ഓട്ടോമാറ്റിക് റോബോട്ടിക് മിൽക്കിംഗ് ഈസ് നൗ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ യൂറോപ്യൻ യൂണിയൻ. അതായത് പൂർണ്ണമായിട്ടും റോബോട്ടിക് ആയിട്ടുള്ള മിൽക്കിംഗ് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം കമൻറ്റുകൾ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. നമുക്ക് മുന്നോട്ടുള്ള ഓരോ ക്ലാസ്സുകൾ ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ കമൻറ്റുകളാണ്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഓരോ വ്യക്തികളിൽ എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.